ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് 10-ാം തീയതി ചൊവ്വാഴ്ച. ഞാൻ ഈ 10-ാം തീയതി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 10-ാം തീയതി ഞങ്ങൾ വരുന്ന എനിക്ക് ഒരു എൻ്റെ എന്താ പറയുക, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ സ്ഥാനത്ത് കാണുന്നേക്കാളും എൻ്റെ മകളുടെ സ്ഥാനത്ത് കാണുന്ന ഒരമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും 10-ാം തീയതി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ദിവസവും 10-ാം തീയതി ആയോ എന്ന് നോക്കി നിൽക്കായിരുന്നു. അങ്ങനെ ഇന്ന് 10-ാം തീയതി, അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് 10-ാം തീയതി ചൊവ്വാഴ്ച എന്ന്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നോക്കി എണീറ്റ് വരുമ്പോൾ ഡാഡി ഫിഷ് ടാങ്ക് കഴുകണതാണ് കേട്ടോ കാണുന്നത്. കാരണം പച്ച കളറായി. അപ്പോൾ ആദ്യം ഞാനൊക്കെ വിചാരിച്ചത് പച്ചയും ബ്ലൂ ഉണ്ടല്ലോ, രണ്ട് കളറിലാണ് മെഡിസിൻ ഇതിലേക്ക് ഒഴിക്കണത് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ കളറായതാണെന്ന്. നോക്കിയപ്പോൾ അതൊന്നുമല്ല, വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് ഇങ്ങനെ പച്ച കളറാവും അത്രേ. അതുപോലെ തന്നെ നമ്മൾ ഡേ നൈറ്റ് ലൈറ്റ് ഇട്ട് വെക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പച്ച കളറാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് പച്ച കളറായത് എന്ന് പറഞ്ഞിട്ട് ഡാഡി അത് വാഷ് ചെയ്ത് അതിൻ്റെ പമ്പ് വാങ്ങിയിട്ട് അത് വെള്ളം ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ എണീറ്റിട്ടുണ്ട്, തോമുട്ടനും പാച്ചൂട്ടനും എണീറ്റിട്ടില്ല. അപ്പോൾ അവനെ തൽക്കാലം വണ്ടിയിൽ ഇരുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അവൻ ഭയങ്കര ഇഷ്ടമാണ്, അവിടെ ഇരുന്നോളും. അങ്ങനെ വണ്ടി തിരിച്ച് ഇറക്കിയിടാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളം ഇങ്ങനെ കളയല്ലേ, അപ്പോൾ അതിന് വണ്ടി ഇറക്കിയിടാനായിട്ട് ഇപ്പോൾ പോകുന്നതാട്ടോ. അപ്പോൾ ഞാൻ വേഗം കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് പതുക്കെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഇന്നും ഉണ്ട് ഓണത്തിൻ്റെ ഒരു നോട്ടീസ്. ഇത് വേറൊന്നുമല്ല, നോക്കി മിതമായ നിരക്കിൽ തേങ്ങയിട്ട് കൊടുക്കുന്നു, കേരമിത്ര തൃശ്ശൂർ, തെങ്ങ് ചതിക്കില്ല, ആ നമ്പറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് തെങ്ങേറ്റക്കാരെ കിട്ടാൻ വലിയ പാടാന്ന്. അപ്പോൾ അതിന് മെഡിസിൻ വർക്കും ഉണ്ട്, തെങ്ങിന് മരുന്ന് തെളിക്കണം, ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് പൂരിയും പരിപ്പ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഡിവൈൻ്റെ വക പരിപ്പ് കറിയായിരുന്നു. പൂരി നമ്മുടെ ചപ്പാത്തി കട്ട് ചെയ്തിട്ടുള്ള പൂരിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പൂരി കഴിക്കാനായിട്ട്, ഭയങ്കര നൈസാണ്. അപ്പോൾ ഇന്നാൾ ഒരു കുട്ടിയോട് പറഞ്ഞു, ആൻറ്റി ചൈന കണ്ടിട്ട് ഞാൻ ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. എന്താ പറയുക, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ പൂരി ഉണ്ടാക്കണ ഇത് 4ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടണത് കേട്ടോ, നല്ല പൂരിയാണ്. അങ്ങനെ നമ്മുടെ തോമുട്ടൻ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് വന്നു. ചാക്കോച്ചൻ്റെ ഇപ്പോഴാണ് എന്നെ കാണുന്നത്, കാലത്ത് കണ്ടു, പക്ഷെ അവൻ അത് കഴിഞ്ഞിട്ട് മുകളിലൊക്കെ ഒന്ന് പോയി വന്നു കഴിഞ്ഞിട്ട് അമ്മാമ്മേനെ കണ്ട സന്തോഷം കേട്ടോ. അപ്പോൾ ഡിംപിൾ എണീറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിംപിൾ തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തലേ ദിവസം പാച്ചുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പുലർച്ചെ വരെ അവിടെ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉറക്കക്ഷീണം നല്ലോണം ഉണ്ട്. അപ്പോൾ രണ്ടാളും സുഖമായിട്ട് കിടന്ന് ഉറങ്ങും, എന്നെ വിളിക്കേണ്ട മമ്മി എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഇന്ന് മോനെ സ്കൂളിലേക്ക് വിടണമില്ല, കാരണം ഒന്ന് മുഴുവൻ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഇന്നലെ രാത്രിയായിരുന്നു ഈ പ്രശ്നങ്ങൾ മുഴുവൻ. സംഭവം കുട്ടികളാണ്, അവർ നേരം വെളുത്ത് വരുമ്പോൾ ഉഷാറായിട്ട് പോവുമെങ്കിലും നമ്മൾക്കതൊരു ഇതുണ്ടല്ലോ. പിന്നെ നാളെ ഓണം സെലിബ്രേഷനാണ്, അതായത് നിങ്ങൾ ഈ കാണുന്ന ദിവസം. അപ്പോൾ അന്നേക്ക് ഉഷാറാവണമെങ്കിൽ ഇപ്പോൾ അവൻ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് എണീറ്റ് വരികയാണ് പാച്ചൂട്ടോ. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു 9:45 ആയിട്ടുണ്ട്. അപ്പോഴാണ് അമ്മ അവിടെ നിന്ന് മെസ്സേജ് വന്നത്, ഞങ്ങൾ ഓൺ ദ വേ ആണ്, ബർത്ത്ഡേ ഗേൾ കൂടെയുണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ ബർത്ത്ഡേ ഗേളോ നോക്കിയപ്പോൾ അമ്മയുടെ പിറന്നാളാണ്, 86-ാം പിറന്നാളാണ്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളുടെ വീട്ടിൽ പിറന്നാളിൻ്റെ അന്ന് വരിക, അത് നമ്മൾക്ക് ആഘോഷിക്കാനൊരു അവസരം കിട്ടുകയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം ഞാൻ വേഗം ഡിംപിളിനെ വിളിച്ചപ്പോൾ ഡിംപിളിനെ ഓൾറെഡി അറിയായിരുന്നു. ഡിംപിൾ പറയാൻ വിട്ടുപോയതാണ്, കാരണം ജയന്തി ഡിംപിളിനോട് പറഞ്ഞിട്ട് ഒരു സാരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിംപിൾ സാരി മാറ്റി വെച്ചു. ഡിവൈൻ വേഗം ബർത്ത്ഡേ കേക്കിന് ഓർഡർ കൊടുത്തു. ഞാൻ വേഗം ഒരു പൊന്നാട അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനതെടുത്ത് ഒരുങ്ങി നിന്ന് വരുമ്പോഴേക്കും വന്നു അമ്മയും ജയന്തിയും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ശരിക്കും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്റ്റിക്ക് വേണം. എന്നാലും ഞാൻ പറഞ്ഞു സ്റ്റിക്കൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് കയറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, കാരണം എല്ലാവരും എന്നെ ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ മോളേന്ന് വിളിക്കാൻ ഒരാളുണ്ടാവണത് ഭയങ്കര ഭാഗ്യമല്ലേ. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനതന്ന് മീറ്റപ്പിൻ്റെ അന്നും പറഞ്ഞു, എന്നെ മീറ്റപ്പിൻ്റെ അന്നും അതെ എന്നെ അമ്മ കാണാൻ വന്നിട്ടുണ്ട്. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, പിന്നെ ഫോണിൽ കൂടെയുള്ള ഒരിതാണ്. അപ്പം ഞങ്ങളെ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്താ പറയുക, ജയന്തി ആൻറ്റി അന്ന് വരുമ്പോഴും അതേ കുട്ടികൾക്ക്
ഓരോരുത്തർക്കും അങ്ങനെ എന്താ പറയുക കൊച്ചു കൊച്ചു ഗിഫ്റ്റും കൊണ്ടാണ് വന്നത്. അപ്പോൾ ദേ കേക്ക് കട്ട് ചെയ്യണം. അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു സർപ്രൈസായി. കാരണം നമ്മളുടെ മനസ്സിലും അത് തന്നെയാണ്, ഒരു സർപ്രൈസ് അമ്മയ്ക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ദേ പാച്ചുകുട്ടൻ, അപ്പോൾ തോമുട്ടൻ സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ, ചാക്കോച്ചൻ നല്ല ഉറക്കാം. അപ്പോൾ ദേ നമ്മുടെ പാച്ചുട്ടനെ അടുത്ത് അപ്പം മടിയിലിരുത്താൻ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അമ്മയുടെ 2 കാലിലും നീരാണ്. അപ്പോൾ ദേ അടുത്ത് നിന്ന് കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണ നേരത്ത് ഞാൻ അവനെയും കൂടി എടുത്തു. കാരണം അവൻ മടിയിൽ കയറാൻ നോക്കുക, അമ്മയ്ക്കത് പറ്റില്ല. അപ്പോൾ ഞാൻ അവനെയും കൂടെ എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ നൈറ്റി കേട്ടോ, എനിക്ക് ഇതുപോലെ എൻ സ്റ്റൈലിൻ്റെ അവിടെ നിന്ന് എനിക്ക് ഗിഫ്റ്റ് വന്നിട്ടുള്ള സാരി. എൻ സ്റ്റൈലിൻ്റെ അവിടെ നിന്നല്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ നൈറ്റിയാണ്. പക്ഷേ അത് എൻ സ്റ്റൈൽ നൈറ്റീസിലത്തെയാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ മറ്റേ ജയന്തിയും അമ്മയും കൂടിയിട്ട് ഇതാ കേക്ക് കട്ട് ചെയ്യണം. അമ്മയുടെ കേക്ക് കട്ടിങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി വേറൊരു എന്താ പറയുക, വേറൊരു ഒരു ഫീലായിരുന്നു കേട്ടോ ഈ സമയം. കാരണം എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അത്രയും സന്തോഷം. നമ്മൾ അമ്മയുടെ മുഖത്തെ ആ സന്തോഷം കണ്ടപ്പോൾ നമുക്കും അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അവർ ഇവിടെ ഹിൽ ഗാർഡൻസിലാണ് മുമ്പ് താമസിച്ചിരുന്നത്. പിന്നെ ഇപ്പോഴാണ് എളമക്കരയ്ക്ക് പോയത്. എളമക്കരയാന്ന് തോന്നുന്നുണ്ട് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഇനി വേഗം അടുത്ത ദിവസം വേണം ഒരു ദിവസം പോകാൻ വേണ്ടിയിട്ട്. എപ്പോഴും വിളിക്കുമെങ്കിലും നമ്മൾക്ക് ഈ കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റാറില്ല. അപ്പം അങ്ങനെ കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് അമ്മ ദേ മടങ്ങിപ്പോയിട്ടോ. അപ്പോൾ എനിക്ക് കാണാൻ വന്നപ്പോൾ ജയന്തി കുറേ ചെടികളും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാർഡനർ വന്ന അതേ ദിവസം, 2 ദിവസം ഇന്നലെ ഞങ്ങളുടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നല്ല കളക്ഷൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നു. അപ്പം ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ ഞാൻ പറയാം എന്താ കാണിച്ചതെന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ അമ്മയുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. എന്താ പറയുക, ഇനിയിപ്പോൾ ജയന്തി ആൻറ്റിയുടെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ. അതും സർപ്രൈസാണ്. അപ്പോൾ അമ്മ ആലോചിക്കുക ഇത് എന്തപ്പോൾ ഇതെന്ന് ചോദിച്ചപ്പോൾ അതേ അത് തുറന്ന്, അപ്പോൾ ഡാഡി അതെന്ന് വെച്ചാൽ അത് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് അമ്മയ്ക്ക് എന്താ പറയുക, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു സാരി അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ജയന്തി എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പ് ഡിമ്പിളുടെ കയ്യിൽ നിന്ന് സംഭവങ്ങളൊക്കെ നോക്കി കണ്ട് അമ്മയ്ക്ക് ഇഷ്ടമായോ എടുത്തോ എന്നൊക്കെ നോക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അത്രയ്ക്ക് തോന്നിയില്ല. പക്ഷേ ജയന്തി അത് മാറ്റി വെച്ച് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ കറക്റ്റ് ആ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. അമ്മ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരാൾക്കൊരു സന്തോഷം കൊടുക്കാൻ പറ്റുക, അതിൽ പരം സന്തോഷം എന്നെ സംബന്ധിച്ച് എനിക്കല്ല, എൻ്റെ ഈ ഫാമിലി അങ്ങനെ, ഞങ്ങൾ മൊത്തത്തിൽ അങ്ങനെ കേട്ടോ. ആര് വന്നാലും നമ്മളെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. നമ്മളെല്ലാവരും ഒരുപോലെ അവരെ സ്വീകരിക്കും. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചിലയിടത്ത് കണ്ടിട്ടുണ്ട് ഒരാൾ വരുമ്പോൾ മറ്റാൾ നീങ്ങി നിൽക്കുക. ഇവിടെ നമ്മളുടെ വീട്ടിൽ അങ്ങനെയല്ല, എല്ലാവരും ഒരേ മനസ്സിൽ എല്ലാവരെയും സ്വീകരിക്കുന്നവർ. അപ്പോൾ ഞങ്ങളൊക്കെ ഒന്നാണ് ഇപ്പോഴും. എന്താ പറയുക, ആര് വന്നാലും അത് ഇവിടെ വന്നിട്ടുള്ളവർക്കും ശരിക്കും അറിയാതെ നമ്മളെല്ലാവരും വരുന്നവരും നമ്മളും എന്താ പറയുക, ഒരു വീട്ടിലെ ആൾക്കാരുടെ പോലെയാണ് നമ്മൾ പെരുമാറാറ്. അങ്ങനെ അമ്മ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് അവിടുന്ന് പതുക്കെ, അപ്പോൾ അമ്മ സ്റ്റിക്ക് വണ്ടിയിൽ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, നമ്മളുള്ളപ്പോൾ സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറയില്ലേ, നമ്മളുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വേറൊരു കൈത്താങ്ങ് എന്ന് പറയില്ലേ, അതുപോലെ പിടിച്ച് ഞാൻ കയറ്റി. അപ്പോൾ ഇത് കുറച്ച് ഫോട്ടോസ് എടുത്തതാട്ടോ, നല്ല ഫോട്ടോസ് കുറേ ഉണ്ട്, ഞാനത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. നമ്മൾ പറയില്ലേ, പ്രതീക്ഷിക്കാണ്ട് നമുക്ക് സന്തോഷിക്കാനായിട്ട് ഒരു അവസരം തമ്പുരാൻ അറിഞ്ഞു തരുമ്പോൾ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം നമ്മൾ ആഘോഷിക്കുക. കൊച്ചു അവസരങ്ങൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്താ പറയുക, അതിൽ പങ്കുചേരുന്നവർക്ക് വരുന്ന സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ. അത് നമ്മൾ എത്ര കുറേ കാശ് കൊടുത്താലൊന്നും ചിലപ്പോൾ ഒന്നും കിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള നിമിഷങ്ങളുണ്ടല്ലോ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ചെടികളാണ് കേട്ടോ, ജയന്തി ആൻറ്റി കൊണ്ടുവന്ന ചെടികളാണ് ഇത് മുഴുവൻ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സംഭവങ്ങളും പണികളും കാര്യങ്ങളൊക്കെ എന്താ പറയുക കുറച്ച് ലേറ്റാവും. അപ്പോൾ ഇത് വേഗം തന്നെ ഞാൻ വിചാരിച്ചു അക്കി അവിടെ പണിതുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ജയന്തിയോട് പറയുകയും ചെയ്തു ഞാൻ അക്കിക്ക് ഇത് കുറച്ച് കൊടുക്കുമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒക്കെ എന്താ പറയുക, നിങ്ങൾ ഡിവൈൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. സാധനങ്ങൾ ഒക്കെ പാക്കിങ്ങും ഇങ്ങനെ റീപാക്കിങ്ങും കാര്യങ്ങളും പിന്നെ എന്തെന്നാ പറയുക, ചട്ടികൾ അതൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അക്കി ഓരോ ഭാഗം ക്ലിയറാക്കി വരിക. അപ്പം അക്കിയെ സംബന്ധിച്ച് ഇത് കിട്ടിയ ഭയങ്കര സന്തോഷമാവും എന്നുള്ളത് എനിക്കറിയാം. അക്കിക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഓക്കെ ആകുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരേ ഇള കൊണ്ടുവന്നാൽ മതിയല്ലോ എനിക്ക്.
അപ്പോൾ അതിൽ ജയന്തിക്കും സന്തോഷമേ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ അതവിടെ കൊടുത്ത്, അപ്പോൾ അതിൽ മറ്റേ ടാങ്കിലിടുന്ന ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയും ഇതിൻ്റെ ഇരട്ടി സാധനങ്ങൾ ടാങ്കും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് കൊടുക്കുക. പിന്നെ അവിടെ വസന്തേച്ചിയുള്ള കാരണം വസന്തേച്ചി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യും. ഇവിടെ വസന്തേച്ചി ഉള്ളപ്പോഴാണ് എൻ്റെ ചെടികളൊക്കെ ഏറ്റവും ഭംഗിയിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്തയച്ച് കഴിഞ്ഞ് ഇതേ കുറച്ച് കഴിഞ്ഞപ്പോൾ തൂമുട്ടനെയും കൊണ്ട് ഇതാ അവർ വന്നു കേട്ടോ, ഡോൺ വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഫുഡ് ഒന്നും വെക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഡിംപിളിന് പാച്ചുവിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ വെക്കിയിട്ടുണ്ടായിരുന്നു. ഡിവൈൻ ചാക്കോച്ചനായിട്ടുള്ള ഇതിലായിരുന്നു. അപ്പം എനിക്കാന്ന് വെച്ചാൽ നല്ല തിരക്കാണ്, നിങ്ങൾക്കറിയാലോ, ഓണമൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ അവരവരുടെ കാര്യം നോക്കിക്കോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇവരെയൊക്കെ വിട്ടത്. സംഭവം ഞാൻ മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചെങ്കിലും എനിക്ക് അതിനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. അപ്പം ഞാൻ വേഗം ഡിവൈൻ 2 പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുക ചെയ്തത് കേട്ടോ. അങ്ങനെ അത് ചില സാഹചര്യത്തിൽ നമുക്കങ്ങനെ ചെയ്യേണ്ടി വരും, അത് നിർബന്ധിക്കും, എന്താ പറയുക, അങ്ങനെ ആവേണ്ടതാണ്. അപ്പോൾ സാഹചര്യം അനുസരിച്ച് നമ്മൾ പെരുമാറുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്താ പറയുക ഉണ്ടാക്കുക, അത് ശരിയാവില്ല. ഞാനതിനെക്കുറിച്ച് പറയില്ല, കാരണം പിന്നെ അത് വീണ്ടും ഭക്ഷണത്തിൻ്റെ ചർച്ചയായിട്ട് മാറും, അത് വേണ്ട. അപ്പോൾ ദേ ഫ്രൈഡ് റൈസും മിക്സഡ് ഫ്രൈഡ് റൈസും മറ്റേ എന്നിട്ട് ബീഫ് കൊണ്ടാട്ടണം കേട്ടോ. പിന്നെ ദേ ഇന്നലെ നമ്മുടെ മീനുമൊക്കെ കൊണ്ടുവന്ന ബെസ്റ്റിലത്തെ ഗീ കേക്ക് കുറേ അപ്പം ഞാൻ ഇപ്രാവശ്യം പറയായിരുന്നു ഫുൾ ഇത് നമ്മുടെ ചാക്കോച്ചനെ ഒന്ന് നോക്കി, ഈ ചാക്കോച്ചൻ ഇപ്പോൾ ദേ കുറച്ച് കഴിയുമ്പോൾ വേറെ ചാക്കോച്ചനായിട്ട് മാറും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ഈ ഫേസ് നോക്കിക്കോട്ടോ, കാരണം അവൻ്റെ മുടി വെട്ടാൻ ദേ പോവുകയാണ്. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചായ കുടിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് ഡാഡിയും അപ്പനും അമ്മയും മക്കളും കൂടിയിട്ട് മുടി വെട്ടാൻ പോവാം. അപ്പോൾ നമ്മുടെ പാച്ചുവിന് ഭയങ്കര സങ്കടമായിട്ട് അവൻ ഇങ്ങനെ നോക്കി നിൽക്കുക. കാരണം അവൻ എണീറ്റതും തോമു സ്കൂളിൽ പോയി. പിന്നെ തോമു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ പോണു. അപ്പോൾ അവന് ഭയങ്കര സങ്കടം, അവൻ്റെ മുഖം കണ്ടാൽ അറിയാം കേട്ടോ. ആകെ സങ്കടവും പിണക്കവും ഒക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ അപ്പാപ്പനോട് ഞാൻ പറഞ്ഞു അവനൊന്ന് വട്ടട്ടിട്ട് വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ചെടി കൊണ്ടു കൊടുക്കാൻ പോയി ഇപ്പോൾ അപ്പാപ്പൻ്റെ കൂടെ മോൻ പോയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവരിതേ പോയി. എൻ്റെ പിന്നാലെ കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാച്ചുവിനോട് പറഞ്ഞു അപ്പാപ്പൻ്റെ കൂടെ കൊറിയർ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. കരയും വാശി പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ മിണ്ടാണ്ടതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരു പാവം തോന്നും അവൻ്റെ ആ നിപ്പ് കാണുമ്പോൾ. കണ്ടോ, ചില കുട്ടികളുണ്ട് കരഞ്ഞ് വാശി പിടിക്കുക, അതൊന്നും അവൻ ചെയ്യില്ല കേട്ടോ. ഭയങ്കര ഇരുത്തം വെച്ച പോലെയാണ് അവൻ്റെ സ്വഭാവം. അങ്ങനെ കുറേ തുണികളുണ്ടായിരുന്നു മടക്കാനായിട്ട്, അതൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഡാഡി എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഡാഡി എന്നെ നന്നായി ഹെൽപ്പ് ചെയ്യണതാണ്. തുണികളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു. ഡിംപിൾ അത് മുഴുവൻ എന്തെങ്കിലും മടക്കി വെച്ചു. പിന്നെ ഞാനും ഡാഡിയും കൂടിയിട്ട് കുറച്ച് നേരം ബിസിനസ്സിൻ്റെ ആവശ്യത്തിലിരുന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഡിംപിളിനോട് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോ. അപ്പോൾ ഡിംപിളിന് ഇപ്പോൾ സാരിയുടെ ബിസിനസ് ഉള്ളതുകൊണ്ട് ഭയങ്കര കുറച്ച് ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അതിലിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് കിടന്നു. അവർ വരുമ്പോഴേക്കും ഫുഡ് വയ്ക്കാൻ വെച്ചിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഡാഡി കവർമ സ്റ്റിക്കർ ഒട്ടിക്കലും സീലടിക്കലും പണികൾ കുറേ ഉണ്ടല്ലോ. അപ്പോൾ ആ പണികളിൽ ഡാഡി വരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പപ്പക്കായ അരിഞ്ഞു വെച്ചിട്ടാട്ടോ ഡാഡി അതിന് വേണ്ടിയിരുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് മൊത്തം ഒതുക്കാം, കാരണം ഉച്ചയിലത്തെ ഭക്ഷണം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളും അവിടെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അത് ഒതുക്കാം, എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്കി കാര്യങ്ങളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരേ ഭാഗം ക്ലിയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ മറ്റേ ബീട്രൂട്ടിൻ്റെ ഫ്രൈയും പിന്നെ നമ്മളുടെ സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ ചിപ്സും. അപ്പോൾ ഇത് കൊണ്ടുവന്ന് ഞാൻ അവിടെ വെച്ചു. പിന്നെ കുട്ടികൾക്ക് കിൻഡർ ജോയ് ഉണ്ടായിരുന്നു, പിന്നെ കളറിങ് പെൻസിൽ മറ്റേ ക്രയോൺസ് ഉണ്ടായിരുന്നു, കുട്ടികൾക്കുള്ള കാര്യങ്ങൾ വേറെ സെപ്പറേറ്റ്. പിന്നെ ചാക്കോച്ചന് പശു എന്തോന്ന് പറഞ്ഞു, ഞാൻ കണ്ടില്ല കേട്ടോ. ഡിംപിളൊക്കെ കണ്ടു, ഞാൻ ആ സമയത്ത് വേറെ എന്തോനോ പോയ നേരത്താണ്. അപ്പോൾ കുട്ടികൾ നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഡിവൈനത് മാറ്റി കൊണ്ട് വെച്ചേക്കാം, അതുകൊണ്ട് ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു ചിക്കൻ ബോൺലെസ് കുറച്ചിരിക്കുന്നുണ്ട്, അതെടുത്ത് വറക്കാം. കുട്ടികൾക്കായാലും ഡിംപിളിനായാലും ഡിവൈനായാലും ഡോണിനായാലും അവർക്കിഷ്ടം അത് വെറുതെ തിന്നാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനത് മസാലയൊക്കെ പുരട്ടി വെച്ചു. പിന്നെ നാളെ വറക്കാനുള്ള മീനിലേക്കും ഈ പറഞ്ഞ പോലെ മസാലയൊക്കെ തേച്ച് വെച്ചു. അപ്പോൾ നാളെ എന്തെങ്കിലും ഒരു ചാറ് വെച്ചിട്ട് ഇത് എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ ഇറച്ചിയൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം കുറച്ച് മറ്റേ നമ്മൾ പറയില്ലേ നട്ടും ബോൾട്ടെന്ന് പറയില്ലേ കോഴിയുടെ, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊന്ന് എന്താ പറയുക ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്
രണ്ട് പാത്രത്തിലാക്കി മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ ഞാനത് രണ്ട് പാത്രത്തിലാക്കി മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് എല്ലുള്ള, നമ്മൾ ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ചിക്കൻ വാങ്ങിക്കുന്നത് ബോൺലെസ് പോലെ എല്ലുമെന്നൊക്കെ ഊരിയെടുത്തിട്ട് വല്ലാണ്ടുള്ള എല്ല് അവർക്ക് പട്ടികൾക്ക് കൊടുക്കും. അല്ലാത്ത എല്ലുകൾ കട്ട് ചെയ്തിട്ട് നമുക്ക് വല്ല കഷ്ണിട്ട് വെക്കുക, അല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കാം, എന്തും വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് കുമ്പളങ്ങ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റോക്ക് മറ്റേ ഫ്രിഡ്ജ് ഒതുക്കുമ്പോൾ കുമ്പളങ്ങ. അപ്പം ഞാൻ ആ കുമ്പളങ്ങ എടുത്തിട്ട് കോഴിയും കുമ്പളങ്ങയും വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഇവർ തിരിച്ചു വന്നു. അപ്പോൾ മുടി വെട്ടിയിട്ട് നോക്കിയേ, അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചാക്കോച്ചനെ ശരിക്കും നോക്കിക്കോന്ന്. ഇപ്പം നോക്കിയ ചാക്കോച്ചൻ്റെ ഷേപ്പ് എങ്ങനെയെന്ന്, സൈഡൊക്കെ വെട്ടി ഫ്രീക്കനായിട്ടോ. നേരത്തെ പെൺകുട്ടികളുടെയൊക്കെ ഒരു ചായയായിരുന്നു. ഇപ്പം എൻ്റെ മോൻ ഇതൊക്കെ ഉണ്ടോ ഗുണ്ടപ്പൻ ഇരിക്കണ കണ്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അപ്പോൾ ഞാൻ 2 ഫോട്ടോ എടുത്തതാണ് കേട്ടോ, വെറുതെ 2 ഫോട്ടോ എടുത്തതാണ്, അതാണിത്. അപ്പോൾ അങ്ങനെ അവർ വന്ന് കുട്ടികളെ 2 പേരെയും കുളിപ്പിച്ചു. കാരണം മുടി വെട്ടിയിട്ടാണ്, 2 പേരുടെയും മുടി വെട്ടിയിട്ടാണ് വന്നത്. അപ്പോൾ കുളിപ്പിക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡിവൈൻ കുളിപ്പിക്കാൻ പോണ നേരം കൊണ്ട് ഞാൻ വേഗം എന്താ പറയുക ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. കഞ്ഞി ചൂടാക്കി. ഇന്ന് പൊടിയരിക്കഞ്ഞിയായിരുന്നു, എനിക്കും പാച്ചുവിനും പൊടിയരിക്കഞ്ഞിയായിരുന്നു. അപ്പോൾ ഇത് കോഴിയും കുമ്പളങ്ങയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം കുറേ പേര് ചാനലിലിട്ടുണ്ട്, ഞാനും 2-3 വട്ടം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റെസിപ്പിയുടെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നണം കേട്ടോ. അപ്പോഴേക്കും ഡിവൈൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എൻ്റെ അടുക്കള ഭരണം ഡിവൈനെ ഏൽപ്പിച്ചു. അപ്പോഴേക്കും ഡിബിളും കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ വറക്കാനായിട്ട് ഞാൻ ഡിവൈനെ ഏൽപ്പിച്ചു. അപ്പോൾ അത് തിന്നു. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ആരും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഉണ്ടായിരുന്ന ചപ്പാത്തിയും പിന്നെ പൊടിയരിക്കഞ്ഞിയും ഒക്കെ കൂടി തട്ടിക്കൂട്ടി പലരും പല സമയത്താണ് ഇന്ന് ഭക്ഷണം കഴിച്ചത്. കാരണം ഈ ചിക്കൻ വറുത്തത് കഴിച്ചതോട് കൂടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ സാധനങ്ങൾ അതും ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതൊക്കെ പലതും തിന്ന് വയറ് നിറഞ്ഞപ്പോൾ ആർക്കും ഒന്നും വേണ്ട. അപ്പോൾ കോഴിയും കുമ്പളങ്ങിയുള്ള നിലയ്ക്ക് ഒരാൾ ചപ്പാത്തി കഴിച്ചു, ഒരാൾ 2 പീസ് ബ്രെഡ് കഴിച്ചു, ഒരാൾ കുറച്ച് ചോറുണ്ടു, ഒരാൾ പത്തിരി കഴിച്ചു. അങ്ങനെ ആയിട്ട് ഇന്നത്തെ ഡിന്നർ ഇങ്ങനെ ഇങ്ങോട്ട് അവസാനിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒരു കറിയിൽ കുറച്ച് ഇതൊഴിച്ചിട്ട് കഴിച്ചു. ഇതെന്തിട്ട് സംഭവം എന്ന് വെച്ചാൽ നാളെ കുട്ടികൾക്ക് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ തോമൂന് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഉപ്പേരി കൊണ്ട് ചെല്ലാന്ന്. അപ്പോൾ തോരൻ, അപ്പോൾ ക്യാബേജ് വാങ്ങിയിട്ടുണ്ട്, ക്യാബേജ് തോരന്. പാച്ചുവിന് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ലിറ്റർ 1-2 ലിറ്ററിനാവും പായസമാണ് പറഞ്ഞിരിക്കുന്നത് ഒരാൾ കൊണ്ടുണ്ടത്. അപ്പോൾ അതിനാണ് നമ്മൾ അന്ന് ഞാൻ ബിഗ് ബസാറിൽ നിന്ന് വാങ്ങിച്ചത്. ബിഗ് ബസാറല്ല, എന്നിട്ടാണ് സ്മാർട്ട് ബസാറാണ്, റിലയൻസിൻ്റെ അവിടുന്ന് വാങ്ങിച്ചല്ലോ. അപ്പോൾ അതാണിത് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മ കൊണ്ടുവന്നത് കേട്ടോ. ഗുഡ് വൈബ്സ് ഓൺലി, ഡ്രീം ബിഗ്, സ്റ്റേ ഹമ്പിൾ, സ്മൈൽ മോർ, വറി ലെസ്. ഭയങ്കര അർത്ഥമുള്ള ഒരു സംഭവം. ഇതാണ് നമ്മളുടെ വീട്ടിൽ ഉണ്ടാവണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അമ്മ പറഞ്ഞിട്ടാണ് അമ്മയും ജയന്തി വാങ്ങിയത്. അപ്പോൾ പറഞ്ഞിട്ടാണ് തന്നേട്ടോ. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. ഒക്കെ പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. എനിക്ക് മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയി, എനിക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാവരും ക്യാൻഡിലാണ് കൊണ്ടുവരാറ്, അറിയാലോ നിങ്ങൾക്ക്. ജയന്തി എനിക്കൊരു ക്യാൻഡിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇത്. നല്ല എന്താ പറയുക, നല്ല മണമുള്ള ക്യാൻഡിൽ. എൻ്റെ ബെഡ്റൂമിൻ്റെ സെയിം കളറുള്ള ക്യാൻഡിൽ. അപ്പോൾ ഞാൻ അവിടെ സ്റ്റാൻഡ് ഒതുക്കിയിട്ട് വേണം എനിക്കിത് അവിടെ വെക്കാനായിട്ട്. അങ്ങനെ അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷം വന്നതെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് ഓണാഘോഷമായിരുന്നു. എല്ലാവരും അസലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു.